ദേശീയപാത നിർമ്മാണത്തിൽ പൊറുതിമുട്ടുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്തെ പ്രദേശവാസികൾ. മഴയിൽ മണ്ണും ചെളിയും ഇടിഞ്ഞു താഴ്ന്നു. വീടുകളിൽ പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കനത്ത മഴയിലും ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നു. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, എന്താണ് ഉപരോധിക്കുന്നവർ പറയുന്നത്? വിള്ളലിൽ ആശങ്കയുണ്ടോ നാട്ടുകാർക്ക്? തീർച്ചയായിട്ടും അരുൺ, വലിയ രീതിയിലുള്ള ഭീതിയോടുകൂടിയാണ് തളിപ്പറമ്പ് കുപ്പത്തുള്ള പ്രദേശവാസികൾ ഇവിടെ ജീവിക്കുന്നത്. ഒരു ദൃശ്യം കാണിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധ കാഴ്ചകളിലേക്ക് പോകാം. കണ്ണൂരിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ദേശീയപാതയുടെ തൊട്ട് മണ്ണെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന് മുകളിലൂടെയാണ് ആദ്യം സർവീസ് റോഡ് പോകാൻ വേണ്ടി നിശ്ചയിച്ചത്. ആ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് വന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. റോഡിൻ്റെ പല ഭാഗങ്ങളും അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെയുള്ള മണ്ണും ചെളികളുമൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികളുടെ വീടുകളിലേക്ക്, അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് എത്തുന്നു. അവർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിനെത്തുന്നത്. എന്താ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാനുള്ള കഴിയാത്ത അവസ്ഥയിലുള്ളത്. ഇവിടുന്ന് മണ്ണും ചെളിയെല്ലാം താഴേക്ക് വന്ന് കുത്തിയൊളിച്ചിട്ട് വന്ന് 3 വീടുകൾ സ്ഥിരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബാക്കിയുള്ള റോഡ്, CH റോഡ് മൊത്തം ആൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ കാണുമല്ലോ, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മൾ മുമ്പും ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഈ മണ്ണെടുക്കുന്ന സമയത്ത് ഈ താഴെയുള്ള വീട്ടുകാരുടെ കാര്യം ഇവർ ആലോചിക്കുന്നേ ഇല്ല. ഹൈവേൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ കുന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്നലെ ഒരു മഴ കുറച്ച് സമയം നിന്ന് പെയ്തപ്പോൾ തന്നെ അതിൽ കുറേ വീടുകൾ ചളി വെള്ളം നിറഞ്ഞ് വാസയോഗ്യമല്ലാത്ത രീതിയിലായിട്ടുള്ളത്. ഒരു വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം, വയനാട് ചൂരൽമലയൊക്കെ കണ്ടത് നമ്മൾ വാർത്തകളിൽ കണ്ടു. പക്ഷേ ഇന്നൊരു മഴ വന്നപ്പോൾ തന്നെ താഴെയുള്ള വീടുകളുടെ അവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നാട്ടുകാർ ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുക? അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രതിഷേധത്തിൽ ഇറങ്ങിയത്. നിങ്ങൾക്കൊക്കെ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ, വീടുകളിലൊക്കെ ചളിയും വെള്ളം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വീട്ടുകളിലെ അതിപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ട്, രാത്രി മുതലേ ഒരുപാട് മണ്ണും ചളിയൊക്കെ വന്നിട്ട് മരങ്ങളും വഴി കൊടുത്തിട്ട് അതിനൊരു പരിഹാരം കാണുന്നില്ല. വീടുകളിലേക്ക് തന്നെയാണ് വെള്ളം കയറുന്നത്. നമ്മളെത്ര JCB വെച്ചിട്ട് ചാല് വലിച്ചാലും പിന്നെ ഈ മണ്ണും വെള്ളവും വന്നിട്ട് ആ ചാല് നിറയേന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനെന്തെങ്കിലും അത് CH മൊത്തം വീടാണെങ്കിൽ അടുക്കളയിലെല്ലാം നിറച്ചും ചളിയും മണ്ണുമായിട്ട് എല്ലാ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം 3 വീട്ടിന് നല്ല ഇതായി. പക്ഷേ റോഡും എല്ലാവർക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിപ്പോൾ ഇല്ലത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നിരവധിയായിട്ടുള്ള ദേശീയപാത തന്നെയാണ് ഈ സ്ഥലം. ഈ സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലുള്ള റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട്, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്നത്. എന്തായാലും ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്, അതിലാർക്കും സംശയമില്ല. ഒരു അപകടകരമായ സാഹചര്യം എപ്പോഴും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടതാണ്, ഷിരൂരിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണവും അതിൻ്റെ മണ്ണെടുക്കലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അപകടങ്ങൾ വഴിവെച്ചതുമാണ്. അപ്പോൾ സ്വാഭാവികമായും കൃത്യമായ രീതിയിൽ മുൻകരുതൽ ഉണ്ടാവേണ്ടതുമാണ്. ഏത് നിമിഷം പോലും, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴാണ് ഈ കാണുന്ന, അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൺതിട്ടയോട് ചേർന്നിട്ടുള്ള കൂന കൂട്ടിയിട്ടുള്ള മണ്ണുകളൊക്കെ വന്നു ചേർന്നത് ഇന്നലെ പെയ്ത മഴയുടെ ഭാഗമായാണ്. ഇത് ഈ ഒരിടത്ത് മാത്രം കാഴ്ചയല്ല. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മണ്ണ് താഴേക്ക് വന്ന് അടിഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മഴ ശക്തമായി പെയ്യുമ്പോൾ ഈ മണ്ണും ചെളിയുമൊക്കെ ഒഴുകിയെത്തുന്നത് ഇതിന് താഴെ കുപ്പത്ത് CH നഗർ പ്രദേശത്തുള്ള പരിസരവാസികളുടെ, ഇവിടുത്തെ നാട്ടുകാരുടെ വീടുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മിന്നൽ ഉപരോധത്തിലേക്ക് ഉൾപ്പെടെ ഇവിടെയുള്ള സ്ത്രീകളും നാട്ടുകാരുമൊക്കെ കടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള നാട്ടുകാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ഇതെന്താ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം എന്താ? പ്രതിഷേധത്തിന് കാരണം എന്ന് പറയുന്നത് ഏകദേശം ഈ വീട് കാണുന്ന ജനങ്ങളെ കണ്ട ഇവർ മിന്നാന്ന് രാത്രി മുതൽ വീടിന്റെ പുറത്താണ്. അവർക്ക് ഒരു ശാശ്വതമായിട്ട് ഉറങ്ങാനുള്ള ഈ സാഹചര്യം ഇപ്പം നിലവിലില്ല. ഇവിടുന്ന് പോകുന്ന മണ്ണുകൾ കംപ്ലീറ്റ് പോകുന്നത് ഈ താഴേക്കാണ്. ഈ താഴെ എന്ന് പറയുന്നത് 100ഓളം വീടുകളുണ്ട്. ഇവിടെ ഈ ഏത് നിമിഷം വേണമെങ്കിലും ഈ മണ്ണും എന്തും സംഭവിക്കാം. ആ ഒരു ഇതിലാണിത്. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിന് ഇത്രയും ദിവസമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ജനങ്ങൾ തെരുവിലിറങ്ങാൻ വേറെ അവർക്ക് മാർഗമില്ല. ദേശീയപാതയുടെ അവരുമായി ഒക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്.
എന്നിട്ടും അവർ മുഖവിലക്കെടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം ഇത്ര ദുരന്തം ഉണ്ടാവാൻ കാരണം. ഈ കന്നി മഴയ്ക്ക് തന്നെ ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഇനി അടുത്ത മഴയ്ക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. നിങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് നോക്കിയിട്ടുണ്ടാവും. എല്ലാ വീടുകളും അവിടെയുള്ള താഴെ വീടുകൾ കംപ്ലീറ്റ് ചളിയും മണ്ണും നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദുരന്തം ഉണ്ടായതിനാ കാട്ടി കൂടുതൽ ഒരു ദുരന്തമാണ് ഇപ്പോൾ നടന്നത്. അതും ഒരു കന്നി മഴയ്ക്ക്. അത് ഇനി അങ്ങോട്ടേക്കുള്ള ശരിയായ മഴ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇത് കൃത്യമായിട്ട് അവരുടെ അനാസ്ഥകന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദുരന്തം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. എന്തായാലും അരുൺ, നമുക്ക് ആ കാര്യം കൂടി ഒന്ന് ജസ്റ്റ് കാണാം. അതായത് ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ചളിയും മണ്ണും ഒക്കെ ഒലിച്ച് ഈ സ്ഥലത്ത്, അതായത് ഇവിടെയൊക്കെ താഴെ ഭാഗത്തൊക്കെ വീടുകളുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഉൾപ്പെടെ മുട്ടോളം ചളിയാണ്. ഈ ചളി കുത്തി ഒഴുകി പോകുന്നത് മുഴുവൻ, അതായത് താഴെയുള്ള വീടുകളിലേക്കാണ്. ആ വീടുകളിലെത്തി അവിടെ നിന്നും ഈ ചളി ഏത് രീതിയിൽ മാറ്റാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുകയാണ്. വ്യാപകമായ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ കൃത്യമായ രീതിയിൽ ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചില്ല എങ്കിൽ ഒരു വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതൊരു തുടക്കമെന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി മാത്രമുള്ള ഒരു സമരമാണ് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. എന്തായാലും സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കുപ്പത്ത് നടക്കുന്നത്. കുഞ്ഞു കുട്ടികളെ പോലും കുഞ്ഞു കുട്ടികളെ എടുത്തുകൊണ്ട് പോലും ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകൾ അങ്ങനെ കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ കൈകളിലേന്തിക്കൊണ്ടാണ് ഈ മഴയിലും ഇവിടത്തേക്ക് എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇതെന്താ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്? തീർച്ചയായും റോഡിന്റെ അനാസ്ഥയാണ് ഇതിന്റെയൊക്കെ മുഖ്യ കാരണം. ഈ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമാക്കി പ്രതിഷേധം തുടർ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഹൈവേ അതോറിറ്റിക്കാരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിരുന്നു. ഹൈവേ അതോറിറ്റിക്കാരുടെ ശ്രദ്ധയിൽ ഒരുപാട് തവണ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവരിത് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തി ഈ കാര്യങ്ങളെ സംബന്ധിച്ച്, അതായത് പ്രതിഷേധിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രതിഷേധം ഒഴിവാക്കണമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിനകത്ത്, അതായത് ഇവർക്ക് പെടാപ്പാട് പെടുകയാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പരിഹാരമില്ലാതെ ഇതിനകത്തൊരു മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിന് വഴിവെക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. ഓക്കെ, എന്തായാലും അവിടെ അവർ റോഡ് ഉപരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വലിയ പ്രതിഷേധവുമായിട്ട് നാട്ടുകാർ എത്തിയിട്ടുണ്ട്. വലിയ ബ്ലോക്ക് ആ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. മഴ പെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നു. റോഡിൻ്റെ വശങ്ങളിലെ മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചയാണ്. കണ്ണൂരിൽ വലിയ പ്രതിഷേധമുണ്ട്.